ദിവ്യദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ലോകത്തിൽ ദുഃഖങ്ങൾ പലവിധത്തിലുണ്ട്. പല ദുഃഖങ്ങൾക്കും കാരണവും പലത് തന്നെയാണ്. എന്നാൽ ദുഃഖങ്ങൾക്ക് പൊതുവായ ഒരു കാരണം തീർച്ചയായും ഉണ്ടായിരിക്കും. ആ കാരണത്തെ നമുക്ക് മനസ്സിലാക്കിയാൽ, ആ മൂല കാരണം, കോമൺ ഫാക്ടർ നമ്മൾ മനസ്സിലാക്കിയാൽ, അതിനെ മാറ്റാൻ സാധിച്ചാൽ എല്ലാ ദുഃഖങ്ങളും നമുക്ക് ഇല്ലാതാക്കാനും സാധിച്ചേക്കാം. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൈപിടിച്ച് നടത്താൻ എന്നത്തെയും പോലെ ഷീബ സിസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മുടെ ഈ ദിവ്യദർശനം എന്ന പ്രോഗ്രാമിൽ ഒരുപാട് ദിവ്യദർശനങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കും. ഇന്ന് ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ദുഃഖം. പലരുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ പർവ്വതങ്ങൾ പോലും വീഴുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിൽ ദുഃഖം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ ആ ദുഃഖത്തെ മാറ്റാൻ, അവർക്ക് ആ സാഹചര്യത്തെയോ ആ ദുഃഖത്തെ മാറ്റാൻ സാധിച്ചില്ലെങ്കിലും ആ ദുഃഖത്തിൽ ജീവിച്ചുകൊണ്ടും സന്തോഷം കണ്ടെത്താനുള്ളൊരു വഴി കിട്ടിയാൽ ഒരുപാട് ആശ്വാസമായേനെ. അങ്ങനെ എന്തെങ്കിലും ടിപ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും. എന്തൊക്കെയാണ്? ശരിക്കും ലോകത്തിൽ 3 കാറ്റഗറി ആളുകളാണ്: ജ്ഞാനി, അജ്ഞാനി, പരമാത്മജ്ഞാനി. ഈ 3 കാറ്റഗറി ആധാരത്തിലാണ് മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. ഒന്നാമത്തെ കാറ്റഗറി അജ്ഞാനികൾ എന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ ഭാഷയിൽ പറഞ്ഞാൽ അറിവില്ലാത്തവർ എന്നൊക്കെ നമുക്ക് പറയാം. ഇതൊരു മിയർ അറിവില്ലായ്മയല്ല, അതിനേക്കാൾ അപ്പുറം സ്വയം അവനവനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ആളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഒരാളായിട്ട് മീറ്റ് ചെയ്യാൻ പോകുമെന്ന് വിചാരിക്കുമോ. ഫോർ എക്സാമ്പിൾ, ഞാൻ പ്രവീൺ ഭായിയായിട്ട് സംസാരിക്കാൻ വരികയാണ്, ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരികയാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവും. ഞാൻ പ്രവീൺ ഭായിയായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും പ്രവീൺ ഭായി എന്നോട് പ്രതികരിക്കുന്നത് എന്ന് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവും. ഈ ധാരണയുടെ ഒരു സൂക്ഷ്മഭാവം നോക്കി മനസ്സിലൊരു ചിത്രം നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. യെസ്, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പ്രവീൺ ഭായ് ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ഞാൻ ഉണ്ടാക്കിയതായിട്ടുള്ള മനഃചിത്രം. ആ മനഃചിത്രത്തിൻ്റെ ആധാരത്തിലാണ് നമ്മൾ ഏതൊരു കാര്യത്തിനു വേണ്ടിയും ആരുമായിട്ടും സംസാരിക്കുകയാണെങ്കിലും, വ്യവഹാരത്തിലെ ഏത് ഭാവമാണെങ്കിലും, ഒന്നിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിലും, മീറ്റ് ചെയ്യുകയാണെങ്കിലും, ഫോൺ ചെയ്യുകയാണെങ്കിലും, എന്തിനും നമ്മുടെ മനസ്സ് ഒരു ചിത്രം മുൻകൂട്ടി ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന ചിത്രം ഇപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഏത് രീതിയിൽ വിചാരിച്ചു വെച്ചോ, അഥവാ എൻ്റെ മനഃചിത്രം ഉണ്ടാക്കിയോ, അതേ രീതിയിലാണ് ഞാൻ കാണാൻ പോയ ആൾ, അഥവാ ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കുന്ന ആൾ എന്നോട് പെരുമാറുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ അൺഹാപ്പിയാണ്. എൻ്റെ ഹാപ്പിനെസ് അവിടെ പോയി. ഇങ്ങനെ സ്വന്തം മനസ്സിലുണ്ടാക്കി വെച്ചതായിട്ടുള്ള മനഃചിത്രങ്ങളുടെ മാച്ചിങ്ങും മിസ്മാച്ചിങ്ങിൻ്റെ ആധാരത്തിലാണ് അധികം ആളുകളും ദുഃഖിയാവുന്നത്. അത് മിസ്മാച്ചിങ് ആണെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിക്കാറില്ല. അത് പിന്തുടർന്നും എന്തുകൊണ്ട് അവരെന്നോട് ഇങ്ങനെ പെരുമാറി, ഞാനത് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു, അവരങ്ങനെയാണ് വിചാരിച്ചേ, അവരിങ്ങനെയാണ് പെരുമാറിയേ, ഈ രീതിയിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ഡയലോഗ്, ആ കാര്യം നന്നാലും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ ഡയലോഗ് എത്ര സമയം നിലനിൽക്കുന്നു എന്നുള്ളൊരു ആധാരത്തിൽ നമ്മുടെ ദുഃഖം ലെങ്ത് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും അവനവൻ്റെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾക്ക് ആധാരമായി കണക്കാക്കുന്നതായിട്ടുള്ള ഫാക്ടർ. ഇതിനെ പറയുന്നത് അജ്ഞാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഓരോ വ്യക്തിയും ഈ ലോകത്ത് ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽസാണ്. അവരെന്നോട് എങ്ങനെ പെരുമാറും എന്ന് ഞാൻ നിശ്ചയിക്കുന്ന ഒന്ന്, പക്ഷേ അവരുടെ മനസ്സിൽ ആ സമയത്തെക്കുറിച്ച് കണ്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ അവരാണെന്നും ഞാനാണെന്നും തിരിച്ചറിയാനുള്ളതായിട്ടുള്ള മനോഭാവം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെ അവരെന്നോട് പെരുമാറണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അജ്ഞാനം തന്നെയല്ല, അറിവില്ലായ്മയല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് അജ്ഞാനമാണ് ദുഃഖത്തിൻ്റെ ഒന്നാമത്തെ ഘടകം. ഇനി രണ്ടാമതൊരു കൂട്ടർ, അവർ ജ്ഞാനികളാണ്. എന്നുവെച്ചാൽ അർത്ഥം, ഈ ലോകത്ത് എല്ലാവരും നമ്മളെപ്പോലെയല്ല പെരുമാറുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓരോ മനുഷ്യൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻ്റാണ്, ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് വ്യത്യാസമാണ്. അതനുസരിച്ച് അവർക്ക് നമ്മൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ ഒരു പ്രതീക്ഷയില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഉണ്ടാവും, നമ്മളൊരു മനഃചിത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇത് മാത്രമേ സംഭവിക്കാവൂ എന്നവർ വിചാരിക്കില്ല, അവർ ഡിസ്റ്റർബ്ഡ് ആവില്ല. അവരുടെ മനസ്സിൽ മറ്റൊരു ചിത്രം കൂടി ഉണ്ടാവും, ഇങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം, അഥവാ അങ്ങനെ ഉണ്ടാവാമെന്ന് ചിന്തിച്ചില്ല, ഇതേ ചിന്തിച്ചുള്ളൂ എങ്കിൽ പോലും സപ്പോസ് നമ്മളൊരാളെ പെരുമാറുമ്പോൾ അതുപോലെ അല്ലാതെ അവർ പെരുമാറിയാൽ ആ സമയത്ത് ചിലപ്പോൾ ഇതല്ലായിരുന്നു ഞാൻ അവരിന്ന് പ്രതീക്ഷിച്ചത് എന്നൊക്കെ തോന്നാം. ആ സമയത്ത് നമുക്കതിനൊരു വിഷമവും പ്രയാസമൊക്കെ അനുഭവപ്പെട്ടേക്കാം, പക്ഷേ അത് തുടർച്ചയായിട്ട് കൊണ്ട് നടക്കില്ല. അങ്ങനെയല്ലെങ്കിൽ
ഇങ്ങനെയും ആവാം. രണ്ട് ചിത്രങ്ങളും സ്വീകരിക്കാനുള്ളതായിട്ടുള്ളൊരു സ്വീകാര്യത അവരുടെ മനസ്സിലുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളുടെ ദുഃഖം ക്യാരി ഓൺ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ടൈം വളരെ കുറച്ചായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി സംഭവിച്ചു, നമുക്ക് സന്തോഷം ഉണ്ടായില്ല, സന്താപം ഉണ്ടായി, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും അത് കുറച്ച് കഴിഞ്ഞാലും അത് സാരമില്ല, പോട്ടെ, വിട്ടേക്ക് എന്ന് പറയാനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനും, അത് കഴിഞ്ഞ ശേഷം ആ കാര്യത്തിന് ആധാരത്തിൽ അവരോട് പെരുമാറാതെ നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ആധാരത്തിൽ നമ്മൾ അവരോട് പെരുമാറുക എന്നുള്ളതായ മനോഭാവം അവർക്കുണ്ടായിരിക്കും. ഈ വിഭാഗമാണെങ്കിൽ അവർക്ക് ദുഃഖം കുറവായിരിക്കും. ആദ്യത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഗതി കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു പ്രതീക്ഷയായിട്ട് അടുത്ത് വന്നു, നിങ്ങൾ ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് എന്നോട് പെരുമാറിയതെങ്കിൽ ഇനിയൊരു പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾ എന്നോട് അന്ന് പെരുമാറിയതിൻ്റെ ആധാരത്തിലായിരിക്കും ഇന്ന് പെരുമാറുക. വാസ്തവത്തിൽ ഈ അജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരില്ലേ, അവരെ ഇഷ്ടം നന്നില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ വെച്ചാൽ പിന്നെ ഇപ്പം എന്തായാലും അർത്ഥമുള്ളത് അല്ലേ? സ്വാഭാവികമല്ലേ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്ത വരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ വാംത അവിടെ കുറയും, നിങ്ങളെ സഹായിക്കാനുള്ള മനോഭാവം കുറയും. അതുകൊണ്ട് ഡേ ബൈ ഡേ അവരുടെ റിലേഷൻസിനുള്ളിൽ നോക്കിയാൽ അവരുടെ വാംത കുറവായിരിക്കും, അവരെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കുറയാൻ തുടങ്ങും, ഇവരുടെ അതൃപ്തിയും ദുഃഖവും കൂടാനും തുടങ്ങും. അതേസമയം മറ്റേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നമ്മൾ ചോദിച്ചു ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം പെരുമാറുമ്പോൾ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അവരെന്നുള്ളതായിട്ട് റെസ്പോൺസ് ഇന്നതാവും നമ്മൾ പ്രതീക്ഷിച്ചു, നടന്നില്ല എന്നുള്ള കാര്യം ഇറ്റ്സ് ഓക്കെ, അതവർക്ക് പറ്റിയില്ല, അവർ ചെയ്തിട്ടില്ല എന്ന് കരുതി അതിൻ്റെ ആധാരത്തിൽ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നിങ്ങളോട് പെരുമാറുക ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിലെ ദുഃഖത്തിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവരെ ജ്ഞാനികൾ എന്ന് പറയുന്നത്. വെച്ചാൽ ഞാനാണെന്നും നിങ്ങളാണെന്നും നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളാണെന്നും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിരിക്കുന്ന വ്യക്തിത്വങ്ങളും ആശയങ്ങളും ചിന്താധാരയും ബിലീവ് സിസ്റ്റം നമ്മുടേതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം ഉണ്ടെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എനിക്ക് ആദരവോടുകൂടി പെരുമാറാൻ സാധിക്കും. ഇതാണ് ജ്ഞാനിയുടെ ലക്ഷണം. ഈ രണ്ടു പേർക്കും ലൈഫിൽ ദുഃഖങ്ങളുണ്ടാവാം, പക്ഷെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൻ്റെ ഡെപ്ത് കുറവായിരിക്കും, ആഴം കുറവായിരിക്കും, അവരനുഭവിക്കുന്നതായിട്ടുള്ള ആ ഡ്യൂറേഷൻ അഥവാ സമയവും കുറവായിരിക്കും. ദുഃഖം ഉണ്ടാവില്ല എന്നൊന്നും പറയില്ല, ദുഃഖമില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലെത്തിയിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ പേര് പരമാത്മജ്ഞാനം. ഇത് എല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല, വളരെ ചുരുക്കം ആളുകളെ കൊണ്ട് മാത്രമാണ് ഈ പരമാത്മജ്ഞാനം എന്ന ഹയസ്റ്റ് സ്റ്റേജ് ഉണ്ടാവുന്നത്. ജ്ഞാനികളും ഒരുപാട് ആളുണ്ടാവില്ല, എന്നാലും വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അജ്ഞാനിയിൽ നിന്ന് ജ്ഞാനിയിലേക്ക് കയറാൻ അധികം പ്രയാസമൊന്നുമില്ല. കാരണം നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ഞാൻ എന്തെന്ന് ഉൾക്കൊള്ളാൻ പറ്റണം, ഈ ലോകത്ത് എല്ലാവരും ഇൻഡിവിജ്വൽ വ്യക്തിത്വങ്ങളാണെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം ഉണ്ടെന്നും ഒന്ന് മാനിക്കാൻ ഞാൻ തയ്യാറായാൽ, മീൻസ് എൻ്റെ പാറ്റേൺ ഓഫ് തോട്ട്സിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നാൽ പോലും ദുഃഖത്തിൻ്റെ ഡെപ്ത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതേസമയം പരമാത്മജ്ഞാനികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുഃഖം എന്നൊരു വാക്കുപോലും ഉണ്ടായിരിക്കില്ല. പരമാത്മജ്ഞാനം എന്ന് വെച്ചാൽ അർത്ഥം ഈശ്വരനെ അറിയുക എന്നർത്ഥം. ഈശ്വരനെ അറിയുന്നതിലൂടെ എങ്ങനെയാണ് ദുഃഖം ഇല്ലാതാവുന്നത്, ദുഃഖത്തെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? മനുഷ്യന്മാരെ അറിയുമ്പോഴാണല്ലോ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവുന്നത്. പരിചയപ്പെട്ടല്ലേ പിന്നെ സ്നേഹം ജനിക്കുന്നത്. അതുപോലെ ഈശ്വരനെയും അറിയാമെന്ന് ചിലർത്ഥം നമ്മൾ അറിയാതെ, ഈശ്വരനെ അറിഞ്ഞ ഒരാൾക്ക് ഈശ്വരനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അവർക്ക് സ്നേഹിക്കുന്നില്ല എന്ന് ചിലർത്ഥം അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. കാരണം എല്ലാ ഗുണങ്ങളുടെയും എല്ലാ നന്മയുടെയും സാഗരല്ലേ ഭഗവാൻ. ലോകത്ത് ഗുണമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ അവരായിട്ട് ഒരു റിലേഷൻ നമുക്കുണ്ടായെങ്കിൽ എന്ന് മനുഷ്യന്മാർ ആഗ്രഹിച്ചു പോകും. ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരായിട്ടൊന്ന് ഇടപഴകി, അവരായിട്ടൊന്നൊരു സെൽഫി എടുത്തു, അല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെ കുറച്ച് സംസാരിച്ചു, ഞാനേ ഇന്നൊരു അവസരത്തിൽ അവരായിട്ടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പോലും മനുഷ്യന്മാർക്ക് എത്രമാത്രം സന്തോഷമാണ് അല്ലേ? അപ്പോൾ അത് സ്വയം ഈശ്വരനായിട്ടാണെങ്കിലോ. അപ്പോൾ ഈശ്വരനെ അറിയാമെന്ന് വെച്ചാൽ അർത്ഥം ഈശ്വരനും നമ്മളും തമ്മിൽ പിന്നെ അവിടെ സ്നേഹിക്കാതിരിക്കാനൊരവസ്ഥ ആ ഒരു ആത്മാവിനുണ്ടാവില്ല. ഈശ്വരനെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് എന്താണെന്നറിയോ? ഈശ്വരനെ സ്നേഹിക്കുന്നവർക്ക് ഈ ലോകത്തെ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം എനിക്ക് ഒരാളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ടെന്നുള്ളത് എങ്ങനെയാണ് പ്രകടാക്കുക? അവരിഷ്ടപ്പെടുന്ന ആളുകളോടും അവരുടെ അവരുടേതായ കാര്യങ്ങളോട് നമുക്ക് കുറച്ച് സ്നേഹം. അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവും, അവർക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് ഇഷ്ടമുണ്ടാവും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തെന്ന് നോക്കിക്കൊണ്ട് നമ്മൾ ഓരോരോ സ്റ്റെപ്പും വെക്കാൻ തുടങ്ങും. അതിലൂടെ പ്രകടിപ്പിക്കും എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന്. ശരിയല്ലേ?
അപ്പോൾ നിങ്ങൾക്ക് ഈശ്വരനോട് സ്നേഹം ഉണ്ടെങ്കിലോ? ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനോടും നമുക്ക് ഇഷ്ടമുണ്ടാവും. ഈശ്വരന് ബന്ധമില്ലാത്ത വല്ലതുണ്ടോ ഈ ലോകത്ത്? ഒന്നുമില്ല. അപ്പം എല്ലാത്തിനോടും ഇഷ്ടമുണ്ടാവും. അപ്പം ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളോടും എല്ലാ വ്യക്തികളോടും അവർക്ക് സ്നേഹമായിരിക്കും, ഇഷ്ടമായിരിക്കും, എല്ലാവരെയും സഹായിക്കാൻ ഇഷ്ടമായിരിക്കും, എല്ലാവരും അവർക്ക് എൻ്റെന്ന് തോന്നും, എൻ്റെ കുടുംബമാണ് ഈ ലോകം എന്നവർക്ക് തോന്നും. പക്ഷേ ഈ കുടുംബം എനിക്ക് തരണം എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരിക്കില്ല. അവർ പ്രതീക്ഷിക്കുന്നത് ആരെന്ന് മാത്രമായിരിക്കും? ഈശ്വരന് മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരാളെ കാണാൻ പോകുമ്പോൾ, ഒരാളൊന്നിച്ച് പ്രവർത്തിക്കാൻ പോകുമ്പോൾ, ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവരെന്നോട് ഇങ്ങനെ പെരുമാറും എന്നതായിരിക്കുന്ന ധാരണ കൊണ്ടുണ്ടാക്കിയ മനചിത്രം അവർക്ക് ഉണ്ടായിരിക്കില്ല. അവരുടെ മനസ്സിൽ ആരുടെ ചിത്രം ഉണ്ടായിരിക്കുള്ളൂ? ഈശ്വരൻ്റെ ചിത്രം മാത്രം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് നിങ്ങൾ റെസ്പെക്റ്റോടെ പെരുമാറിയാലും ദാറ്റ്സ് ഓക്കെ, അവരുടെ അടുത്ത് നിങ്ങൾ മോശമായി പെരുമാറിയാലും ദാറ്റ്സ് ഓക്കെ, എന്ത് നിങ്ങൾ പെരുമാറിയാലും അവരെ അത് ബാധിക്കുന്ന ഘടകമല്ല. നമ്മൾ പറയാറില്ലേ, മാനം, അപമാനം, സുഖം, ദുഃഖം ഇവയ്ക്കുപരിയായിരിക്കുന്ന ഒരു സ്ഥിതി. ആ സ്ഥിതിയിൽ ഇരിക്കുന്നവർക്ക് ഇനി അവർക്ക് തണുപ്പുണ്ടെങ്കിലും ചൂടാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും കാട്ടിലാണെങ്കിലും വയറ് നിറയ്ക്കാൻ സുഭിക്ഷമായിരിക്കുന്ന ഫുഡുണ്ടെങ്കിലും ഓരോ തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിലും ദേ വിൽ ബി ഓൾവേസ് ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഈ പരമാത്മജ്ഞാനി ആകാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് പേർക്ക് സാധിക്കുന്നു. ഓൾറെഡി സിസ്റ്റർ തീർച്ചയായിട്ടും കുറച്ച് പേർക്ക് അത് പറ്റും, എല്ലാവർക്കും പറ്റില്ല. അതൊരു ഭാഗ്യവും കൂടിയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പരമാത്മജ്ഞാനി ആകാനുള്ള വഴി നമുക്ക് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാമല്ലോ. അപ്പൊ അതിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെയ്ത് നോക്കാം, താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അവർക്ക് പറ്റുമെങ്കിൽ അവർ പരമാത്മജ്ഞാനി ആവട്ടെ. ജ്ഞാനി ആയവരും ഉണ്ടാവുമല്ലോ, ഉയർന്ന ഈ അജ്ഞാനിയിൽ നിന്ന് ജ്ഞാനിയായി മാറിയവരുണ്ടാവാം. ഒരു പക്ഷെ അവർക്ക് ഇനി പരമാത്മജ്ഞാനി ആവാനുള്ളൊരു വഴി കൂടിയാണെങ്കിലോ നമുക്ക് ആ വഴി എന്താണ് എന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും. നമുക്കാദ്യം ഞാൻ ആരെന്ന് മനസ്സിലാക്കിയവർക്ക് പരമാത്മാവിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുന്നതും ബഹളം നടക്കുന്നതൊക്കെ ആരുടെ പേരിലാണെന്നറിയോ? ഈശ്വരൻ്റെ പേരിലാണ്. ഞാൻ പലപ്പോഴും ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നൊരു ഘടകമാണ്, ലോകത്തുനിന്ന് നടക്കുന്ന യുദ്ധങ്ങളിൽ മജോറിറ്റിയും ആരുടെ പേരിലാണ്? ഈശ്വരൻ്റെ പേരിലാണ്. തീവ്രവാദം ലോകത്ത് നടക്കുന്നുണ്ട്, ആരുടെ പേരിലാണ്? ഈശ്വരൻ്റെ പേരിലാണ്. കാരണം ഈശ്വരൻ, മതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈശ്വരൻ്റെ പേരിലാണ്. മനുഷ്യനെ കൊല്ലുകയാണ്, ആരുടെ പേരിൽ? സ്നേഹസാഗരൻ്റെ പേരിൽ. ഭഗവാൻ എന്ന് വെച്ചാൽ സ്നേഹസാഗരനല്ലേ? അപ്പം സ്നേഹസാഗരൻ്റെ പേരിൽ ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു ഈശ്വര നിന്ദ ഈ ലോകത്ത് നടക്കാനുണ്ടോ? വാസ്തവത്തിൽ ആ ധർമ്മപിതാക്കന്മാരെല്ലാവരും പറഞ്ഞൊരു പരമമായ സത്യമുണ്ട്. ആ സത്യത്തെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഇന്ന് മനുഷ്യന്മാർ ഭഗവാന്റെ പേരിൽ അന്യോന്യം തമ്മിൽ തല്ലുന്നത്. എല്ലാ ധർമ്മപിതാക്കന്മാരും നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ പ്രകാശ എന്നാണ്. ക്രിസ്ത്യാനിറ്റി നോക്കിക്കോളൂ, ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ് ക്രൈസ്റ്റ് പറഞ്ഞത്. ഗുരു നാനാക്ക് എന്താ പറയുന്നത്? സച്ചിത്തോങ്കാര നിരാകാര സ്വരൂപം, സത്യവും ചൈതന്യവുമായ നിരാകാരിയാണ് ഭഗവാൻ. അല്ലാഹ് എക് നൂർ ഹെ നൂരേ ഇലാഹി, പക്ഷെ എന്നർത്ഥം അല്ലാഹു പ്രകാശമാണ് എന്നാണ് പറയുന്നത്. ഹിന്ദുയിസത്തിൽ 33 ദേവീ ദേവന്മാരെ മാനിക്കുമ്പോഴും ദേവാദിദേവൻ എന്നാരെയാ പറയുന്നത്? ശിവനെയാണ് പറയുന്നത്. ശിവക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഏത് രൂപത്തിൽ അവിടെ പ്രതിഷ്ഠ? ലിംഗം എന്നുള്ള വാക്കിനർത്ഥം രൂപം അഥവാ അടയാളം എന്നാണ് അർത്ഥം. ശിവം എന്നുള്ള വാക്കിനർത്ഥം എന്താണെന്നറിയോ? മംഗളകാരി എന്നാണ് അർത്ഥം. അപ്പം ശിവലിംഗം എന്ന് വെച്ചാൽ അർത്ഥം, ശിവലിംഗത്തിനെയാണല്ലോ നമ്മൾ ജ്യോതിർലിംഗം എന്ന് പറയുന്നത്. ജ്യോതിയുടെ രൂപം അല്ലെങ്കിൽ ജ്യോതിയുടെ അടയാളം എന്നാണ് ശിവലിംഗം എന്നുള്ള വാക്കിനർത്ഥം. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി നോക്കിയേ. സിഖ് ധർമ്മത്തിലും പറയുന്നത് അങ്ങനെയാണല്ലോ, സച്ചിത് ഓംകാര നിരാകാര സ്വരൂപം, സത്യവും ചൈതന്യവുമായിരിക്കുന്ന നിരാകാരിയാണ് ഭഗവാന്റെ രൂപം എന്നാണ് സിഖ് ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ ധർമ്മപിതാക്കന്മാരും നമുക്ക് പഠിപ്പിക്കുന്ന ഒരൊറ്റ പരമമായ സത്യമാണ്, ഈശ്വരൻ പ്രകാശാണ്. ആ ഈശ്വരൻ നന്മയുടെ സാഗരാണ്, സർവ്വഗുണങ്ങളുടെ സാഗരാണ്, സർവശക്തികളുടെയും സാഗരാണ്, എല്ലാത്തിൻ്റെയും ഉറവിടമായിരിക്കുന്ന ജ്ഞാനസാഗരനാണ് ഭഗവാൻ. പക്ഷേ ആ ഭഗവാനെ തിരിച്ചറിയണമെങ്കിൽ, ആ ഭഗവാനുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരെന്നുള്ളതായിട്ടുള്ള റിയലൈസേഷൻ നമുക്ക് ആവശ്യമാണ് മാത്രം. കാരണം ഞാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു നോക്കി നോക്കിയേ. ഞാൻ പറയുകയാണിത് എൻ്റെ സാരി എന്ന് പറയുകയാണ്, ഞാൻ ഈ സാരി അല്ലല്ലോ. ഇതെൻ്റെ ബാഡ്ജ് എന്ന് ഞാൻ പറയണം, ഞാൻ ഈ ബാഡ്ജ് അല്ലല്ലോ. ഇപ്പം നമ്മുടെ കൈമ ഒരു വാച്ച് കെട്ടിയപ്പോൾ ഇത് എൻ്റെ വാച്ചാന്ന് നമ്മൾ പറയും, പക്ഷെ നമ്മൾ ഈ വാച്ചല്ലല്ലോ. അപ്പം ഞാൻ എങ്ങനെയാണോ ഈ സാധനമൊന്നും ഞാനല്ല എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഈ ദേഹത്തിലിരുന്ന് ഈ ദേഹത്തിൻ്റെ ഇന്ദ്രിയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? എൻ്റെ കണ്ണ്,
അല്ലേ? എൻ്റെ കണ്ണ്, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ തല. അപ്പം ഞാനും എൻ്റെയും ശരിക്കും രണ്ടർത്ഥമുള്ള പദമല്ലേ? എൻ്റെ മീൻസ് ഉടമസ്ഥതയിലുള്ള ഒന്നാണ്. ഞാൻ പറയുന്നു ഇതെൻ്റെ സാധനമാണ്. അപ്പം ഞാൻ വേറെ, എൻ്റെ വേറെ. അപ്പം ഞാനാണ് പറയുന്നത് ഇതെൻ്റെ ദേഹമെന്ന്. അപ്പം ഞാൻ ഈ ദേഹമല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പം ഈ ദേഹത്തിലിരിക്കുന്ന ഒരു ചൈതന്യമായ ശക്തി, ആ ചൈതന്യമായിരിക്കുന്ന ശക്തി ഈ കാണുന്ന രൂപത്തിലുള്ളതല്ല, അതൊരു പ്രകാശസ്വരൂപമാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തലയ്ക്കൊരു വിളക്ക് കൊളുത്തി വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താ റീസൺ? അകത്തെ ദീപം അണഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? പുറത്തൊരു ദീപം കൊളുത്തി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ രൂപം പ്രകാശമായതുകൊണ്ടല്ലേ നമ്മൾ ആ ദീപം കൊളുത്തി വയ്ക്കുന്നത്. ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നോക്കിയോളൂ, ദേവിയുടെ അമ്പലത്തിലാവാം, ദേവൻ്റെ അമ്പലത്തിലാവാം, ഹനുമാൻ്റെ അമ്പലത്തിലാവാം, ഗണപതിയുടെ അമ്പലത്തിലാവാം, എല്ലായിടത്തും വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദേവാദിദേവനായിരിക്കുന്ന ഭഗവാന്റെ രൂപവും പരംജ്യോതി പ്രകാശാണ്. നമ്മുടെ രൂപവും നമ്മൾ ആത്മാവിൻ്റെ രൂപവും പ്രകാശാണ്. രണ്ടും പ്രകാശ സ്വരൂപങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ന രൂപത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈശ്വരൻ എന്ന് ഓർക്കുന്ന സമയത്ത് ഒരു വ്യക്തി രൂപത്തെ ഓർക്കേണ്ടി വരുന്നതെന്നറിയോ? ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ കാണുന്ന രൂപത്തിലാണെങ്കിൽ എനിക്ക് ഈശ്വരനെ ഓർക്കുമ്പോഴും അങ്ങനെ ഒരു രൂപം ആവശ്യമായി വരികയാണ്. ആ സമയം ഞാൻ എന്നെ ഓർക്കുന്നത് ആ പ്രകാശം ആയിട്ടാണെങ്കിൽ നമുക്ക് ആ പ്രകാശവുമായ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലേക്ക് വെൽക്കമാണ്. അവിടെ യാതൊരു ഫീസും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിക്കൊണ്ട് ഞാൻ ആരെന്നും പരമാത്മാവാരെന്നൊക്കെ വിശദമായിട്ട് പഠിക്കാവുന്നതാണ്. അങ്ങനെ അവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈശ്വരൻ ആരെന്നറിയുമ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാതിരിക്കാൻ നമ്മളെക്കൊണ്ട് സാധ്യമല്ല. അറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ആ രൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഈവൻ നമുക്ക് ഈ ദേഹത്ത് നിന്ന് പറന്ന് പോണ്ടി വന്നാൽ പോലും ഏറ്റവും വലിയ ഭയവും ഏറ്റവും വലിയ ദുഃഖം നമ്മൾ എന്താ പറയുക? മരണമാണ്. അത് വന്നാൽ പോലും ഞാൻ ഈ ദേഹം വിട്ടു പോകുന്നേ ഉള്ളൂ, ഞാൻ മരിക്കുന്നില്ല എന്നുള്ള ഫീല് വരാം. അവിടെ ദുഃഖം ക്ലോസ്ഡ്. ശരിക്കും ഏറ്റവും വലിയ ദുഃഖം എന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാവുന്നത് മരണം തന്നെയാണ്. അപ്പൊ എന്തായാലും ആ ദുഃഖത്തിനെ പോലും നമുക്ക് ഇല്ലാതാക്കാൻ ഞാനെന്ന അറിവും ഈശ്വരന്റെ അറിവും ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. പരമാത്മജ്ഞാനത്തിലൂടെ സംഭവിയാണ്. തീർച്ചയായും. അപ്പൊ പരമാത്മജ്ഞാനം എല്ലാവർക്കും നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് ലഭിക്കാൻ വേണ്ടി, ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലേക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും വെൽക്കം. സ്വാഗതം ചെയ്യും. അപ്പം എന്തായാലും ഇന്ന് സിസ്റ്റർ പറഞ്ഞതിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ച് ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള ആ വഴിയിലൂടെ സഞ്ചരിച്ച് അവസാനം ഈശ്വരൻ്റെ ആ പരമപദത്തിലേക്ക്, ഈശ്വരൻ എന്ന സത്യത്തിലേക്ക് ആണ് നമ്മൾ എത്തിച്ചേർന്നത്. ലോകത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പിറകിൽ ഈശ്വരനെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവില്ലായ്മയാണ്. അതിനേക്കാൾ ഉപരി അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിച്ചാൽ സിസ്റ്റർ പറഞ്ഞ വളരെയധികം ശരിയാണ്. നമ്മൾ ഒരു മിക്കവാറും ദുഃഖങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു സന്ദേശമാണ് ഇന്ന് സിസ്റ്റർ തന്നത്. അതിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. ജ്ഞാനി, അജ്ഞാനി, പരമാത്മജ്ഞാനി, ഈ മൂന്ന് പേരിൽ ആരാവണം നമ്മൾ എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ പരമാത്മജ്ഞാനം തീർച്ചയായും നമുക്ക് ആവശ്യമാണ്. അത് ആർക്കും എളുപ്പത്തിൽ നേടാവുന്നതുമാണ്. ആ ഭാഗ്യം സിദ്ധിച്ചവർക്ക് തീർച്ചയായും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.